ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി സി പിയും യു ഡി പിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടി സി പിയും യു ഡി പിയും ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ പ്രോട്ടോകോൾസ് ആണ്. ടി സി പി മീൻസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, യു ഡി പി മീൻസ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ടി സി പി എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ആണ്. യു ഡി പി എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. അതായത് ടി സി പിയിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ യു ഡി പി എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. അതായത് അവിടെ സെൻഡറും റിസീവറും തമ്മിൽ ഒരു കണക്ഷനും എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. സോ ടി സി പിയും യു ഡി പിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടി സി പി ഈസ് എ റിലയബിൾ പ്രോട്ടോകോൾ, യു ഡി പി എന്ന് പറയുന്നത് അൺറിലയബിൾ പ്രോട്ടോകോൾ ആണ്. മീൻസ് ടി സി പിയിൽ നമ്മൾ പറഞ്ഞു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ സെൻഡറും റിസീവറും തമ്മിൽ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന ഡേറ്റ പ്രോപ്പറായിട്ട് റിസീവർ സൈഡിൽ എത്തിക്കാൻ കഴിയും. സോ ടി സി പിയിൽ നമുക്ക് റിലയബിലിറ്റി അച്ചീവ് ചെയ്യാൻ കഴിയും. എന്നാൽ യു ഡി പിയിൽ സെൻഡറും റിസീവറും ഒരു കണക്ഷനും എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെൻഡർ സൈഡിൽ നിന്നും നമ്മൾ അയക്കുന്ന ഡേറ്റ പല പല നെറ്റ്വർക്കുകൾ പാസ് ചെയ്താണ് റിസീവർ സൈഡിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന എല്ലാ ഡേറ്റയും പ്രോപ്പറായിട്ട് റിസീവർ സൈഡിൽ എത്തണമെന്ന് ഒരു ഗ്യാരണ്ടിയും യു ഡി പിയിൽ തരുന്നില്ല. അതുകൊണ്ടാണ് യു ഡി പിയെ അൺറിലയബിൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടി സി പിയിൽ ഇൻ ഓർഡർ ഡെലിവറിയാണ് ഫോളോ ചെയ്യുന്നത്. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻഡർ സൈഡിൽ നിന്നും അയക്കുന്നത് എ, ബി, സി, ഡി ഈ 4 സെഗ്മെന്റ് ആണ് നമ്മൾ സെൻഡർ സൈഡിൽ നിന്നും അയക്കുന്നതെങ്കിൽ അത് റിസീവർ സൈഡിലും പ്രോപ്പറായിട്ട് എ, ബി, സി, ഡി ഇതേ ഓർഡറിൽ തന്നെയാണ് റിസീവ് ആകുന്നതെങ്കിൽ അതിനെയാണ് ഇൻ ഓർഡർ ഡെലിവറി എന്ന് പറയുന്നത്. എന്നാൽ യു ഡി പിയിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല. ബിക്കോസ് നമ്മൾ അയക്കുന്ന ഡേറ്റ യൂണിറ്റ് പല പല നെറ്റ്വർക്കുകൾ പാസ് ചെയ്താണ് റിസീവർ സൈഡിൽ എത്തുന്നത്. സോ നമ്മൾ അയക്കുന്ന പാക്കറ്റ് അതേ ഓർഡറിൽ തന്നെ റിസീവർ സൈഡിൽ എത്തണമെന്ന് ഒരു ഗ്യാരണ്ടിയും യു ഡി പിയിൽ തരുന്നില്ല. അതുപോലെ തന്നെ ടി സി പിയിൽ അക്നോളജ്മെന്റ് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സെൻഡർ സൈഡിൽ നിന്നും ഒരു ഡേറ്റ അയക്കുമ്പോൾ അത് പ്രോപ്പറായിട്ടും റിസീവർ സൈഡിൽ റിസീവ് ആയെങ്കിൽ റിസീവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഒരു അക്നോളജ്മെന്റ് തിരിച്ച് സെൻഡർ സൈഡിലോട്ട് അയക്കും. ഇനി ഒരു പക്ഷേ നമ്മൾ അയക്കുന്ന ആ ഒരു ഡേറ്റ യൂണിറ്റ് വഴിയിൽ എവിടെയെങ്കിലും ലോസ് ആവുകയാണെങ്കിൽ റിസീവർ ഇവിടെ നിന്നും ഒരു നെഗറ്റീവ് അക്നോളജ്മെന്റ് സെൻഡർ സൈഡിലോട്ട് അയക്കും. സോ ടി സി പിയിൽ അക്നോളജ്മെന്റും നെഗറ്റീവ് അക്നോളജ്മെന്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ യു ഡി പിയിൽ അക്നോളജ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. സോ ടി സി പിയിലും യു ഡി പിയിലും മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതായത് ടി സി പി എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. യു ഡി പി എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. ടി സി പിയും യു ഡി പിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടി സി പി ആണ് റിലയബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. യു ഡി പി ഈസ് എ അൺറിലയബിൾ പ്രോട്ടോകോൾ. ടി സി പിയിൽ ഇൻ ഓർഡർ ഡെലിവറിയാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ യു ഡി പിയിൽ നമ്മൾ അയക്കുന്ന ഡേറ്റ യൂണിറ്റ് അതേപോലെ തന്നെ റിസീവർ സൈഡിൽ റിസീവ് ആകുന്നില്ല. അതായത് ഔട്ട് ഓഫ് ഓർഡർ ഡെലിവറിയാണ് യു ഡി പിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ടി സി പിയിൽ അക്നോളജ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. യു ഡി പിയിൽ അക്നോളജ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ടി സി പിയും യു ഡി പിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടി സി പി പ്രോട്ടോകോൾ ആണ് സ്ലോ. യു ഡി പി ഈസ് ഫാസ്റ്റർ ദാൻ ടി സി പി. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ടി സി പിയിൽ നമ്മൾ പറഞ്ഞു അവിടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ യു ഡി പിയിൽ അങ്ങനെ ഒരു കണക്ഷനൊന്നും എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടി സി പിയെ അപേക്ഷിച്ച് യു ഡി പി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ടി സി പി ഹാസ് 20 to 60 bytes variable length header. യു ഡി പി ഹാസ് എ 8 bytes fixed length header.
സോ ടി സി പിയുടെയും യു ഡി പിയുടെയും ഹെഡർ സ്ട്രക്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പറഞ്ഞായിരുന്നു ടി സി പിയുടെ ഹെഡർ എന്ന് പറയുന്നത് മിനിമം സൈസ് 20 ബൈറ്റ്സും മാക്സിമം സൈസ് 60 ബൈറ്റ്സുമാണ്. അതായത് ടി സി പിക്ക് വേരിയബിൾ ലെങ്ത് ഹെഡർ ആണ് ഉള്ളത്. എന്നാൽ യു ഡി പിക്ക് 8 ബൈറ്റ്സ് ഫിക്സഡ് ഹെഡർ ആണ്. നെക്സ്റ്റ് ഈസ് ടി സി പി പെർഫോംസ് ഫ്ലോ കൺട്രോൾ ആൻഡ് കൺജങ്ഷൻ കൺട്രോൾ മെക്കാനിസംസ്. ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻഡറും റിസീവറും തമ്മിലുള്ള ആ ഒരു ഡേറ്റ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോ കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കൺജങ്ഷൻ കൺട്രോൾ മീൻസ് സെൻഡറും റിസീവറും യൂസ് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഓവർലോഡ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കൺജങ്ഷൻ കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ടി സി പിയിൽ ഫ്ലോ കൺട്രോൾ മെത്തേഡ്സും കൺജങ്ഷൻ കൺട്രോൾ മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ യു ഡി പിയിൽ അങ്ങനെ ഒരു മെക്കാനിസവും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ടി സി പിയിൽ എറർ കൺട്രോൾ ഈസ് മാൻഡറ്ററി, എന്നാൽ യു ഡി പിയിൽ എറർ കൺട്രോൾ ഈസ് ഓപ്ഷണൽ. ട്രാൻസ്പോർട്ട് ലെയറിൽ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ചെക്സം ആണ്. സോ ടി സി പിയുടെയും യു ഡി പിയുടെയും ഹെഡർ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് രണ്ട് ഹെഡറിലും കണ്ട ഒരു ഫീൽഡാണ് ചെക്സം. എന്നാൽ ടി സി പിയിൽ ആ ഒരു ചെക്സം ഫീൽഡ് മാൻഡറ്ററി ആയിട്ടാണ് പറയുന്നത്. യു ഡി പിയിൽ അത് ഓപ്ഷണൽ ആണ്. ചെക്സം എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഹാഷ് വാല്യൂ ആണ്. അതായത് സെൻഡർ സൈഡിൽ നിന്നും നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ചെക്സമും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. റിസീവർ സൈഡിൽ റിസീവർ ഒന്നും കൂടി ആ ഡേറ്റയിൽ നിന്നും ചെക്സം റീകാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ റീകാൽക്കുലേറ്റ് ചെയ്ത ചെക്സമും റിസീവ് ആയ ചെക്സമും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഡേറ്റയിൽ എറർ ഒന്നുമില്ല. ഇനി വാല്യൂസ് ഈക്വൽ ആയിട്ട് വരാതിരുന്നാൽ റിസീവറിന് മനസ്സിലാകും ആ ഡേറ്റയിൽ എറർ ഉണ്ടെന്ന്. ടി സി പിയിൽ ഓവർഹെഡ് ഈസ് ഹയർ ദാൻ യു ഡി പി. യു ഡി പിയിൽ ഓവർഹെഡ് ഈസ് ലോ. ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ടി സി പിയുടെ ഹെഡർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു ടി സി പിയുടെ ഹെഡർ സൈസ് എന്ന് പറയുന്നത് 20 ബൈറ്റ് ടു 60 ബൈറ്റ് ആണ്. അതായത് ടി സി പിയുടെ ഹെഡറിൽ ഒരുപാട് ഫീൽഡ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഓവർഹെഡ് കൂടുതലാണ്. എന്നാൽ യു ഡി പിയുടെ ഹെഡർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നു അവിടെ ഫിക്സഡ് ഹെഡർ ആണ്, അതായത് 8 ബൈറ്റ്സ്. നെക്സ്റ്റ് ഈസ് ടി സി പി ഏതെല്ലാം ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ HTTP, FTP, SMTP, ടെൽനെറ്റ് എക്സെട്ര. ഇനി യു ഡി പി ഏതെല്ലാം ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്? DNS, DHCP, RIP എക്സെട്ര. നെക്സ്റ്റ് ഈസ് ടി സി പി ഡസൻറ്റ് സപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് ടി സി പി സപ്പോർട്ട് ചെയ്യുന്നില്ല. യു ഡി പി സപ്പോർട്ട്സ് ബ്രോഡ്കാസ്റ്റിംഗ്. സോ ഇതെല്ലാമാണ് ടി സി പിയും യു ഡി പിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്